കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രി വൺ, ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. BA സോഷ്യോളജി BSOC 107 സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന പേപ്പർ ജൂൺ ടേമിന്റെ എക്സാമിനേഷന് വേണ്ടി എത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ബ്ലോക്ക് ടോപ്പിക് വൈസ് സിലബസ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഏത് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്, അതുപോലെ തന്നെ ഏത് കോൺസെപ്റ്റും ഏതൊക്കെ ടോപ്പിക്കുകളുടെ തീംസും ക്വസ്റ്റ്യൻസും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതിന്റെ ബേസിൽ തന്നെ നെക്സ്റ്റ് ജൂൺ 2025 വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആൻഡ് ഓൾസോ മാർക്കിംഗ് സ്കീംസ് നോക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഇതെല്ലാം പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ സിലബസ് നമ്മൾ എടുത്ത് അതിന്റെ ബേസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും വർഷം ചോദിച്ചേക്കുന്നത്, അതിന്റെ ബേസിലാണ് ഈ ഒരു അനാലിസിസ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ലേണർ മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഇത് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എക്സാമിന് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അത് ഓൾറെഡി പ്രിപ്പയർ ആക്കി അതിന് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കി വെക്കുക. സോ ഹാർഡ് വർക്കിനെങ്കിൽ കൂടുതൽ സ്മാർട്ട് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ഓരോ സിലബസ് അതൊരു ചാർട്ട് വൈസ് നോക്കുകയാണ്. ഓരോ യൂണിറ്റ്, സോ ഫസ്റ്റ് യൂണിറ്റും 8th യൂണിറ്റ് 11th യൂണിറ്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് 2022 തൊട്ട് 2024 വരെയുള്ള പേപ്പറിന്റെ ബേസിലാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. ആൻഡ് ഹീറ്റ് മാപ്പ് നോക്കുവാണെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, ഇപ്പൊ 11th 1, പിന്നെ 3rd 1, 8th 1 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ 6th, ഫസ്റ്റ് യൂണിറ്റ്, 2nd യൂണിറ്റ് ഒക്കെ. അപ്പം ആ ഒരു കളർ വേരിയേഷൻ വരുന്ന അനുസരിച്ച് ഏറ്റവും ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള എന്താണ്, അപ്പൊ അത് വെച്ചിട്ട് മനസ്സിലാക്കാം. ആൻഡ് ഇനി ഓരോ യൂണിറ്റ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ ജെൻഡർ സോഷ്യലൈസേഷൻ, ജെൻഡർ ആൻഡ് ബയോളജി, ഹൈറാർക്കി, ഇത് 11 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ റെലവൻസ് ആണ്. സെക്കൻഡ് യൂണിറ്റ് മസ്കുലിനിറ്റി ഓർ ഫെമിനിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്, വയലൻസ് ആൻഡ് ഹോമോഫോബിയ, ഇത് 9 തവണ ചോദിച്ചിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്, ഒരു മീഡിയം റെലവൻസ് ആണ്. 10 അതിൽ കൂടുതലോ ആണെങ്കിലാണ് ഹൈ റെലവൻസ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 3 ബോഡി ആൻഡ് എംബോഡിമെന്റ്, അത് ഹ്യൂസറിന്റെയും സാർട്ടയുടെയും സിമൺ ഡി ബിവിയോറിന്റെ ഒക്കെ ടോപ്പിക്, അതായത് അവരുടെയൊക്കെ കോൺസെപ്റ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 6 തവണയാണ്. നെക്സ്റ്റ് യൂണിറ്റ് ഫോർ ഇന്റർസെക്ഷനാലിറ്റി, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, അത് 9 തവണ. 5th 1 ഫാമിലി ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ, യൂണിറ്റ് 50 നോക്കുന്ന ഈ ടോപ്പിക്കുകളാണ്. അപ്പം അതും മീഡിയം റെലവൻസ് ആണ്. ഇനി നെക്സ്റ്റ് 6th യൂണിറ്റിന് ജെൻഡർ ആൻഡ് വർക്ക് പാർട്ടിസിപ്പേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ റീസെന്റ് എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. സോ അത് ഒരു 7 തവണ ചോദിച്ചിട്ടുണ്ട്. 7th 1 ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്, ലേബർ പാർട്ടിസിപ്പേഷൻ, അതൊരു 5 തവണ ചോദിച്ചിട്ടുണ്ട്. 8th 1 സബോർഡിനേഷൻ, റെസിസ്റ്റൻസ്, വിമൻസ് സ്ട്രഗിൾ, അത് 10 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ റെലവൻസ് ആണ്. സോ 8th 1 ഫസ്റ്റ് 1 ഭയങ്കര റെലവൻസ് ഉള്ളതാണ്, ഹൈ റെലവൻസ് ആണ്. നെക്സ്റ്റ് 9th യൂണിറ്റ് സെക്ഷുവൽ വയലൻസ്, അപ്പൊ അത് ഫോംസ്, കോസസ്, റെമഡീസ്, അത് 6 തവണ ചോദിച്ചിട്ടുണ്ട്. വിമൻസ് മൂവ്മെന്റ്, കൊളോണിയൽ ഇന്ത്യ, സതി, റിഫോം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് 6 തവണ വന്നിട്ടുണ്ട്. ഇപ്പൊ 2022 മുതൽ 24 വരെയുള്ള പേപ്പറിലാണ് ഇത്രയും തവണ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. സോ മീഡിയം റെലവൻസ് ആണ്. ഇനി 11th യൂണിറ്റ് കണ്ടംപററി വിമൻസ് മൂവ്മെന്റ് ആൻഡ് ഇഷ്യൂസ് 9 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്വയർ മൂവ്മെന്റ്സും ഐഡന്റിറ്റി ഹിസ്റ്ററീസ് ഒക്കെ ഒരു 4 തവണ ചോദിച്ചിട്ടുള്ളൂ. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ലോ പ്രോബബിലിറ്റി ആണ് ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിന് വരുന്നത്. ആൻഡ് ടോപ്പ് 3 ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ജെൻഡർ സോഷ്യലൈസേഷൻ ആൻഡ് ഹൈറാർക്കി, അത് ഒരുപാട് തവണ തിയറി ബേസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 8 സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അത് ചോദിക്കുന്നുണ്ട്. പിന്നെ മസ്കുലിനിറ്റി, ഫെമിനിറ്റി ആൻഡ് വയലൻസ് ബ്ലോക്ക് 2 ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ജെൻഡർ റോൾസിനെയൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് ഡിബേറ്റ്സ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ മസ്കുലിനിറ്റി, ഫെമിനിറ്റി, വയലൻസ് ആ ടോപ്പിക്കൊക്കെ ഒരുപാട് തവണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ കൂടുതലും essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്.
പിന്നെ ഈ 20 മാർക്കിന്റെ എസ്സേ ടൈപ്പിൽ തന്നെ ഒന്നുകിൽ കമ്പയർ ചെയ്യാനോ കോൺട്രാസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ എസ്സേ ടൈപ്പ് ആണെങ്കിൽ ഒരു 400 വേർഡ്സ് 20 മാർക്സ്, ഷോർട്ട് നോട്ട് ആണെങ്കിൽ ഒരു 150 to 200 അപ്രോക്സിമേറ്റ്ലി അത്രയും വാക്കുകൾക്കുള്ളിലായിരിക്കണം ഒരു ഷോർട്ട് നോട്ട് എഴുതേണ്ടത്. ആൻഡ് അതൊരു 8 തൊട്ട് 10 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. പിന്നെ തീമാറ്റിക് കമ്പാരിസൺ, തീംസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിലും ഒരു 250 to 300 വേർഡ്സ്, അതിപ്പോ 10 to 12 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഫാക്ട് ബേസ്ഡ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ആണെങ്കിൽ 80 to 120, അതാണ് യൂഷ്വൽ പാറ്റേൺ 2022 മുതൽ 24 വരെ കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പാറ്റേൺ ഇതാണ്. എസ്സേ ടൈപ്പ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പിന്നെ എസ്സേ ടൈപ്പ് എന്ന് പറയുമ്പം നമുക്ക് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഒരു, കാരണം ഡീപ്പായിട്ട് നമ്മൾ എഴുതേണ്ട ഒരു സംഭവമാണ്. അപ്പം തിയറി കൊടുക്കണം. നമ്മളിപ്പോ തിയറിയെ പറ്റി അതിൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ തിയറി ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയുള്ള തിയറിക്ക് റെഫറൻസ് കൊടുക്കുക, എക്സാമ്പിൾസ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കണം എസ്സേ ടൈപ്പ് കൊടുക്കുന്നത്. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഷോർട്ട് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ഭയങ്കര ബ്രീഫ് ആയിട്ട് നമ്മുടെ പോയിന്റ്സ് എല്ലാം അതിൽ എത്രമാത്രം പോയിന്റ്സ് ഭയങ്കര ഷോർട്ട് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം എന്നായിരിക്കണം ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ബ്രീഫ് ഡിസ്കഷനിൽ നോക്കേണ്ടത്. നെക്സ്റ്റ് തീമാറ്റിക് കമ്പാരിസൺ ഓഫ് കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തിയറീസ് തമ്മിൽ കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങൾ, ഇപ്പൊ പോസ്റ്റ് കൊളോണിയലും കൊളോണിയലിന്റെയും സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ കമ്പയർ ചെയ്തൊക്കെ എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അതൊരു 250 to 300 വേർഡ്സ് മതി. പിന്നെ ഫാക്ച്വൽ അല്ലെങ്കിൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പം കറക്റ്റ് ആയിട്ട് അവർ ചോദിക്കും, ഇന്ന എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ ഒരു കോൺസെപ്റ്റ് പറയുക. അപ്പൊ അത് അത്രയും മാത്രം. സെക്ഷുവൽ വയലൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന് ജെൻഡർ എന്താണ് എന്നൊക്കെ, ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അപ്പൊ ജസ്റ്റ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് അതിനനുസരിച്ച് ചെയ്താൽ മതി. അത് 4 തൊട്ട് 6 മാർക്കിന് 4 to 6 മാർക്സിന് വരെയാണ് ചോദിച്ചു വരുന്നത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓരോ ഇതിൽ ഇപ്പൊ ജൂൺ 2022, ഡിസംബർ 22, ജൂൺ 23, ഡിസംബർ 23, ജൂൺ 24, ഇതിന്റെ ബേസിൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ ഈ ടേബിളിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ജെൻഡർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ജൂൺ 2022 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഡിസംബറിലും 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ജൂണിലും 2 ജൂണിലും ആണെങ്കിലും 2 ഡിസംബറിലാണെങ്കിലും 20. അപ്പൊ നമുക്ക് ഒരു ടോട്ടൽ ഷെയർ കൊടുത്താൽ എന്തായാലും 20 മാർക്കിന് ഈ ജെൻഡറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അങ്ങനെ അതിന്റെ ബേസിൽ നമുക്ക് നോക്കാം. മസ്കുലിനിറ്റി ആണെങ്കിൽ ഒരു 10 മാർക്കിനൊക്കെയാണ് ആവറേജ് വരുന്നത്. ചില എക്സാമിന് 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ചില എക്സാമിന് 8 മാർക്കിനും, ചില എക്സാമിന് 10 മാർക്കിനും. അപ്പൊ അതിന്റെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 10% എന്തായാലും ഈ ഒരു മസ്കുലിനിറ്റി പേപ്പറിന് വരാൻ ചാൻസ് ഉണ്ട്. എംബോഡിമെന്റ് ആണെങ്കിൽ അതുപോലെ 8%, ഇന്റർസെക്ഷൻ 12% ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം. ഫാമിലി എന്ന് പറഞ്ഞതിൽ 8%, വർക്ക് 8%, ഡെവലപ്മെന്റും 8%, പിന്നെ സബോർഡിനേഷൻ വരുന്നുണ്ട് 14% ക്വസ്റ്റ്യൻസ്, സെക്ഷുവൽ വയലൻസ് 6%, കൊളോണിയൽ വിമൻ 4%, കണ്ടംപററി വിമൻ 8%, ആൻഡ് ക്വയർ വുമൻ 4%. അങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് 100% വരുന്നതിൽ ഏതൊക്കെ പെർസെന്റേജ് മീൻസ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നുണ്ടല്ലോ. ജെൻഡർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, പിന്നെ സബോർഡിനേഷൻ വരുന്നുണ്ട്, പിന്നെ 8% ഒക്കെ വരുന്നതും ഇന്റർസെക്ഷനും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്നതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തും ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഫാമിലിയും വർക്കിന്റെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി ഇയർലി വെയിറ്റേജ് നോക്കുവാണെങ്കിൽ എസ്സേ ടൈപ്സ് ആണ് 60 മാർക്കിനും ചോദിക്കുന്നത്. 60% എസ്സേ ടൈപ്സ് ആണ്. പിന്നെ ഒരു 20% മാർക്ക് ഷോർട്ട് നോട്ടിന് ചോദിക്കുന്നുണ്ട്. പിന്നെ കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. ഒരു 10 to 12, 13 ആ ഒരു മാർക്സിനൊക്കെ. ആൻഡ് ഫാക്ച്വൽ ഡെഫിനിഷൻ ഒക്കെ ലെസ് ദാൻ 10 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. സോ അതാണ് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇതായിരുന്നു. ആൻഡ് ആസ് എ പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. കാരണം ഇത്രയും എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ചിന്തിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമുക്കിപ്പം ഓൾറെഡി നമുക്ക് ആ ഒരു യൂണിറ്റിനെ പറ്റി അറിയാം, എന്തൊക്കെ കോൺസെപ്റ്റ് ആണെന്ന് അറിയാം. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ 5 മിനിറ്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇൻട്രൊഡക്ഷൻ, ബോഡി കൺക്ലൂഷൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അവസാനത്തെ ഒരു 5 to 10 മിനിറ്റ്സ് മൊത്തത്തിൽ ഒന്ന് ഓവറോൾ വായിച്ചൊക്കെ നോക്കാനായിട്ടും കൊടുക്കുക. പിന്നെ ഓരോ പേപ്പറിനാണെങ്കിലും ഓരോ എസ്സേക്കാണെങ്കിലും 25 to 30 മിനിറ്റ്സോളം കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം 3 മണിക്കൂറിന്റെ എക്സാം ആണ്, നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഇപ്പൊ ഷോർട്ട് നോട്ട് ആണ് എഴുതുന്നത് അല്ലെങ്കിൽ ഫാക്ച്വൽ ബേസ് ക്വസ്റ്റ്യൻസ് ആണ്, എസ്സേസ് ആണ്, അത് ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് അലൗട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓരോന്നിനും മാർക്ക് അലൗട്ട് ചെയ്യണം. അപ്പം ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
മനസ്സിലാക്കിയിട്ട് ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കിയിട്ട് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ ബേസിലായിട്ടുള്ള ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻസ് വിത്ത് എക്സാമ്പിൾസ്. 5 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മസ്കുലിനിറ്റി ആൻഡ് വയലൻസ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നു നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Third question, describe the concept of intersectionality between caste, class and gender in India. 4 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല, ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താ അതിൽ നിന്ന് ചോദിക്കുന്നത്, മീൻസ് ആ ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ് എന്ന് മാത്രമാണ് ഇപ്പം ഈ ഒരു പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിൽ എന്താണ്, ഏതൊക്കെ ടോപ്പിക് ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന്. Okay, next, explain Husserl's idea of body and embodiment. 4 തവണ ചോദിച്ചിട്ടുണ്ട്. Discuss the historical background and strands of the queer movements in India. Elucidate women's resistance against subordination. Discuss the forms and consequences of sexual violence in society. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും നോക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ് ചോദിക്കുന്നത്. ഇപ്പൊ 8th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫോംസും ചോദിച്ചിട്ടുണ്ട്, കോൺസിക്വൻസസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് അറിയണം. സെക്ഷൽ വയലൻസിന് ഏതൊക്കെ ഫോമിലാണ് ഉള്ളത്, എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാം. ആൻഡ് ഓൾസോ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, അങ്ങനെ കൊടുക്കാം. നെക്സ്റ്റ്, ഹൗ ഡസ് ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് വിമൻസ് വർക്ക് പാർട്ടിസിപ്പേഷൻ. 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ പ്രൊവിഷൻ ഓഫ് ദ ഹിന്ദു സക്സഷൻ ആക്ട് 1956 റിഗാർഡിംഗ് വിമൻസ് ഇൻഹെറിറ്റൻസ് റൈറ്റ്. അപ്പൊ ഹിന്ദു സക്സഷൻ ആക്ടിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് 1956. അപ്പൊ അതും എന്താണെന്ന് അറിഞ്ഞു വെക്കുക. അതിന്റെ ബേസിൽ ഇപ്പൊ ചിലപ്പോൾ ടേബിൾ ഉണ്ടാക്കി എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെക്കാനായിരിക്കും പറയുന്നത്. എക്സാമ്പിൾ വെക്കാൻ പറയുമ്പോൾ അത് റിയൽ എക്സാമ്പിൾ ആവണമെന്നില്ല, ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾസിന്റെ ഒക്കെ ബേസിലായിരിക്കും ചോദിക്കുന്നത്. സോ ഓരോ യൂണിറ്റിൽ നിന്ന് എത്ര തവണ അപ്പിയർ ചെയ്തു, അതിന്റെ ആവറേജ് മാർക്സ് ഒക്കെയാണ്. അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എക്സാം ടൈം അനുസരിച്ചിട്ട് ഓൾറെഡി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റൻ ഒക്കെ 2 തവണയെങ്കിലും എഴുതി നോക്കുക. ആൻഡ് സെൽഫ് ചെക്ക് ചെയ്യുക. പിന്നെ പഠിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഇരിക്കും. ആൻഡ് ഓൾസോ ഫ്ലുവൻസി, നമ്മുടെ റൈറ്റിംഗിൽ എത്രമാത്രം ലാംഗ്വേജിൽ ഫ്ലുവന്റ് ആയിരിക്കണം, ആ ഒരു എക്സാം കണ്ടീഷൻസ് വെച്ചിട്ട് മീൻസ് എന്താ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്രമാത്രം എഴുതാൻ പറ്റും എന്നുള്ള ആ ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ മീൻസ് എഴുതാനായിട്ട് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. ആൻഡ് പൈ ചാർട്ട് അനുസരിച്ചിട്ട് 50% ക്വസ്റ്റ്യനും ഈ റിപ്പീറ്റഡ് 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ ഓൾ അതർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാക്കി 50% ചോദിക്കുന്നത്. ഓരോ ടോപ്പിക്സും നല്ല രീതിയിൽ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാനായിട്ട്. ആൻഡ് ഇനി പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ മീൻസ് കഴിഞ്ഞ 10 പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, എത്ര ചാൻസ് ഇനി വരാനുണ്ട് എന്ന് നോക്കുവാണ്. ഇപ്പൊ ജെൻഡർ സോഷ്യലൈസേഷൻ 80% ആണ്. അതായത് 10 പേപ്പർ എടുക്കുകയാണെങ്കിൽ 8 തവണയും ചോദിച്ചിട്ടുണ്ട്. മസ്കുലിനിറ്റി ആൻഡ് വയലൻസും ഹൈ റെലവൻസ് ആണ് 70%. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മീഡിയം റെലവൻസ് ഉള്ള പേപ്പേഴ്സ് ആണ് ഇന്റർസെക്ഷനാലിറ്റി, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, feminist perspective on family, Husserl's idea of body and embodiment, queer movements in India, women's resistance against subordination, forms and consequences of sexual violence, globalization and women's participation, women's work participation. ഇതൊക്കെ ഒരു മീഡിയം ലെവലാണ്. പിന്നെ മറ്റ് ടോപ്പിക്കുകളും ഹിന്ദു സക്സഷൻ ആക്ടും അതായത് വിമൻസ് ഇൻഹെറിറ്റൻസ്, അതായത് ഒരു ലോ മീൻസ് 10 ചോദിക്കുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. സോ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് ആണ് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസിൽ ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത് ജെൻഡർ സോഷ്യലൈസേഷൻ, മസ്കുലിനിറ്റി ആൻഡ് വയലൻസ്. ഈ 2 ടോപ്പിക്കും ഫുൾ ആൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് നോക്കി വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചേക്കണം ഈ 2 ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് ഇന്റർസെക്ഷനാലിറ്റി, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി,
usurous body or embodiment, queer movements in India, women's resistance against subordination, forms or consequences of sexual violence, ഗ്ലോബലൈസേഷൻ ആൻഡ് വർക്ക് പാർട്ടിസിപ്പേഷൻ. ഇതാണെങ്കിൽ നമുക്കൊന്ന് മൈൻഡ് മാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി ടീച്ച് ബാക്ക് മെത്തേഡ് ഒക്കെ വെച്ചിട്ട് പഠിച്ച് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ലോ പ്രയോറിറ്റിയിലാണ് ഹിന്ദു സക്സഷൻ ആക്ടും മറ്റ് ലീഗൽ ഫ്രെയിം വർക്ക്സും പിന്നെ കുഞ്ഞു കുഞ്ഞു മറ്റ് ടോപ്പിക്സുകളൊക്കെ അവർ ലോ പ്രയോറിറ്റിയിൽ വെക്കാം. സോ അതാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈ ആൻഡ് മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്കിനാണ്. അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്തൊക്കെ നോക്കുക. നമ്മുടെ മാർക്കിംഗ് സ്കീംസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പൊ അതിന്റെ ബേസിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇനി ഒരു predictive question paper ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, critically examine the process of gender socialization in digital spaces such as social media platforms and online classrooms. Illustrate with 2 real or hypothetical examples showing how gender roles are constructed or challenged. അപ്പൊ ഇതിനകത്ത് ക്രിട്ടിക്കലി വിമർശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ജെൻഡർ സോഷ്യലൈസേഷൻ എങ്ങനെ ഡിജിറ്റൽ സ്പേസസിൽ വരുന്നുണ്ടെന്നുള്ള, അതായത് സോഷ്യൽ മീഡിയ, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ളതും പിന്നെ സൂം അതുപോലുള്ള ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് റൂംസിലൊക്കെ എങ്ങനെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ നടക്കുന്നതെന്നും അതിന് ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റിയൽ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ. ഇപ്പൊ ഒരെണ്ണം റിയൽ അല്ലെങ്കിൽ ഒരെണ്ണം ഹൈപ്പോത്തറ്റിക്കലോ എഴുതാം. അപ്പം റിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ട് എഴുതാനാണ് എങ്ങനെ ജെൻഡർ റോൾസ് കൺസ്ട്രക്ട് ആവുന്നു അല്ലെങ്കിൽ ചലഞ്ച് ആവുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം ഇതിനകത്താണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഇപ്പൊ കാണാൻ പറ്റും. ഓരോരുത്തർ ഓരോ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ജെൻഡർ റോൾസ്, ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമേ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ, പുരുഷന്മാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ റീൽസ് ആണെങ്കിലും എല്ലാം കാണാറുണ്ട്. ഇപ്പം ജിമ്മിലൊക്കെ പണ്ട് ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് മാത്രം പറ്റും. ഇപ്പൊ അങ്ങനെയേ അല്ല. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അത് കൺസ്ട്രക്ട് ചെയ്ത് ജെൻഡർ റോൾസ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇപ്പൊ മീശ വെക്കുന്ന സ്ത്രീകളെയൊക്കെ കണ്ടിട്ടുണ്ട്. മീൻസ് മീശ വരും, മീൻസ് അവരുടെ ഹോർമോണൽ ഇംബാലൻസ് കാരണം മീശ വരുന്നു. അത് സ്ത്രീയാണെന്നും പറഞ്ഞിട്ട് എപ്പോഴും പോയി എടുത്ത് കളയാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മീശയൊക്കെ വെക്കുന്ന സ്ത്രീകളുടെയൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എങ്ങനെ വന്നു, പിന്നെ അതിനെ എങ്ങനെ ഓരോന്ന് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, മീൻസ് ഓരോ ഇൻഫ്ലുവൻസർ കൾച്ചർ ഒക്കെ കാരണം എങ്ങനെ വരുന്നു, പിന്നെ ഓരോ LGBTQ അവരെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസ്, അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാവും. സോ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെക്കാം. സോ ഡിജിറ്റൽ സ്പേസസ് ഒരു പവർഫുൾ രീതിയാന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് എക്സാമിൻ ചെയ്യാം. പിന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എഴുതാം. നെക്സ്റ്റ്, ഹൗ ഡസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹെജമോണിക് മസ്കുലിനിറ്റി ഓപ്പറേറ്റ്സ് ഇൻ കണ്ടംപററി ഇന്ത്യൻ urban workplaces? Provide a table of 3 typical workplace situation and analyze each of gendered power dynamics. അപ്പൊ ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ജസ്റ്റ് കാണാതെ പഠിച്ചിട്ട് പോയിട്ട് മനസ്സിലാക്കി എഴുതാനൊന്നും പറ്റില്ല. എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ റിയൽ ലൈഫിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങളോ നമ്മളിപ്പോ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഹെജമോണിക് മസ്കുലിനിറ്റി എന്താണെന്ന് എഴുതിയിട്ട് തുടങ്ങാം. പിന്നെ കണ്ടംപററി ഇന്ത്യൻ അർബൻ വർക്ക് പ്ലേസിൽ എന്തൊക്കെയാണ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 ടിപ്പിക്കൽ വർക്ക് പ്ലേസ് സിറ്റുവേഷൻ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഓഫീസിലെയും സീനിയർ പൊസിഷൻസ് എന്തായിരിക്കും, കൂടുതലും മെൻ തന്നെ ആയിരിക്കും ഹെൽഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ ഫീമെയിൽസിന് അതിനുള്ള കഴിവില്ല എന്നുള്ള രീതി ഉള്ളൊരു സംഭവം, അല്ലെങ്കിൽ സ്ത്രീകള് വിമൻ ആവുകയാണെങ്കിൽ സ്ത്രീകള് ബോസ് ആവുകയാണെങ്കിൽ ഒരു ബോസി എന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ ഭയങ്കര ക്രെഡിബിലിറ്റി ചലഞ്ച് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നിട്ട് ലീഡർഷിപ്പ് റോൾസ് കൂടുതൽ അവർ എടുക്കാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഇൻഫോർമൽ നെറ്റ്വർക്കിംഗ് പോലുള്ള സംഭവങ്ങളില്ലേ, അതായത് ഇപ്പം മെയിൽ കൊളീഗ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പുറത്ത് ആണെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ അല്ലാതെ മീൻസ് ഓഫീസിൽ തന്നെ അല്ലാതെ പുറത്ത് അവരിപ്പോ ഒന്ന് കറങ്ങാനൊക്കെ പോയി കൂടുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ അതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പക്ഷെ ഞാനൊരു ടിപ്പിക്കൽ വർക്ക് പ്ലേസ് സിറ്റുവേഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അവര് കൂടുതൽ ഇപ്പൊ ക്രിക്കറ്റ് മാച്ച് കാണുന്നു, കുറച്ച് ബാറിലൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർ കൂടുതൽ കണക്റ്റഡ് ആവാനും ആ ഒരു ഗേറ്റ് കീപ്പിംഗ് അല്ലെങ്കിൽ സോളിഡാരിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ആണെങ്കിലും വിമൻ ആണെങ്കിൽ കൂടുതലും ഈ കെയർ ഗീവിംഗ് റോൾസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റർസെക്ഷൻ ഓഫ് കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഓഫൺ ലീഡ്സ് ടു കോമ്പൗണ്ടഡ് ഡിസ്ക്രിമിനേഷൻ. യൂസിംഗ് എ കേസ് സ്റ്റഡി, റിയൽ, റിപ്പോർട്ടഡ് ഓർ ഹൈപ്പോത്തറ്റിക്കൽ, അനലൈസ് ഹൗ ഇന്റർസെക്ഷനാലിറ്റി ഷേപ്സ് വിമൻസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇൻ റൂറൽ ഇന്ത്യ. പ്രസന്റ് യുവർ അനാലിസിസ് ഇൻ എ സ്ട്രക്ചർ ടേബിൾ. അപ്പൊ ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇന്റർസെക്ഷനാലിറ്റിയെ പറ്റിയാണ്
ചോദിച്ചേക്കുന്നത്. അപ്പം അത് എന്തിന്റെ ബേസിൽ ഒരു റിയൽ എക്സാമ്പിൾ കൊടുക്കാൻ പറയുന്നുണ്ട്. റിയലോ റിപ്പോർട്ടഡോ അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്തോ എഴുതാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് റിയൽ ആയിട്ടുള്ളത് തന്നെ ഓർക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ആൻഡ് സോ വിമൻസ് ആക്സസ് ടു എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസ് സ്റ്റഡി കൊടുക്കാനാണ്. അപ്പം ഒരാള് ഇപ്പൊ ഒരു കുട്ടി ഒരു എന്തെങ്കിലും ഒരു പേരുള്ള ഒരു 16 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്കാണ് റിമോട്ട് വില്ലേജിലാണ് താമസിക്കുന്നത്. അപ്പം ഇന്റർസെക്ഷനാലിറ്റി ഉണ്ട്, നമ്മൾ കാസ്റ്റും ക്ലാസും ജെൻഡറും എല്ലാം എടുക്കണം. അപ്പം ഒരു ദളിത് കുട്ടിയാന്ന് വിചാരിക്കുക. ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. അവരുടെ പേരൻസിനാണെങ്കിൽ വലിയ ജോലിയൊന്നും ഇല്ല. സോ ഇൻകം അൺസ്റ്റേബിൾ ആണ്. സോ ജെൻഡറിന്റെ ബേസിലും കാസ്റ്റിന്റെ ബേസിൽ ഫേസ് ചെയ്യുന്ന സോഷ്യൽ എക്സ്ക്ലൂഷൻസ്, പിന്നെ ക്ലാസ്, അതായത് പോവർട്ടി, ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂൾ ഫീസോ യൂണിഫോമോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാല് അവിടെ സ്കൂളിൽ ചെല്ലുമ്പോ ഈ ജെൻഡറിന്റെ ബേസില് കാസ്റ്റിന്റെ ബേസില് എല്ലാം ഫേസ് ചെയ്യുന്ന ഹറാസ്മെന്റുകൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു എ റിയൽ ലീഗൽ ഡിസ്പ്യൂട്ട് ഓർ എ കൺസ്ട്രക്റ്റഡ് സിനാരിയോ, ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഹിന്ദു സക്സഷൻ ആക്ട് 1956 in ensuring women's property rights. Summarize the case facts and provide your sociological analysis. So ഒരു ഹിന്ദു സക്സഷൻ ആക്ടിന്റെ ബേസിൽ ഒരു ചെയ്യാനാണ്. അപ്പൊ ഒന്നുകിൽ റിയൽ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ എന്താ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്ന നമുക്ക് തോന്നുന്ന രീതി, മീൻസ് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഇത് വെച്ചിട്ട് വിമനിന്റെ പ്രോപ്പർട്ടി റൈറ്റ് എങ്ങനെ ചെയ്യാന്നുള്ള ഫാക്ടുകളും സോഷ്യോളജി. ആദ്യം ഹിന്ദു സക്സഷൻ ആക്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ പറ്റി ഒരു കൺസ്ട്രക്റ്റഡ് സിനാരിയോ എങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഒരു കേസ് ഉണ്ടായിരുന്നു വിനീത ശർമ്മയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, വിനീത ശർമ്മ വേഴ്സസ് രാകേഷ് ശർമ്മ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട് 2020. അപ്പൊ ആ ഒരു കേസ് നമുക്ക് റിയൽ ആയിട്ട് അറിയാമെങ്കിൽ അത് വെച്ചിട്ട്, അതിലെന്ന് പറഞ്ഞാൽ വിനീത ശർമ്മയ്ക്ക് അവരുടെ അച്ഛന്റെ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ അച്ഛന്റെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിൽ ഈ രാകേഷ് ശർമ്മയ്ക്കുള്ള അതേ അവകാശം തന്നെ ഉണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു കേസ് ആയിരുന്നു. സോ അതിനകത്ത് അവര് തിരിച്ചിപ്പോ വിനീത ശർമ്മ പറയുന്നുണ്ടെന്ന് പറഞ്ഞാല് എന്താ, ആ ഫാദറിന്റെ പ്രോപ്പർട്ടിയുടെ ഷെയർ അവർക്ക് വേണമെന്ന് പറയുന്നു. പക്ഷെ ഒപ്പോസിംഗ് സൈഡ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു അമെന്റ്മെന്റ് വരുന്നതിന് മുന്നേ തന്നെ അവരുടെ ഫാദർ മരിച്ചുപോയി, അതുകൊണ്ട് വിനീത ശർമ്മയ്ക്ക് റൈറ്റ് ഒന്നും ഇല്ല എന്നായിരുന്നു. അപ്പം ആ ഒരു കോപാഴ്സണറി റൈറ്റ് കിട്ടാൻ വേണ്ടിയുള്ളൊരു കേസ് ആയിരുന്നു. പക്ഷെ അവസാനം സുപ്രീം കോർട്ട് പറഞ്ഞു ഇപ്പം ഫാദർ ഇത്ര നാൾ മുന്നേ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും കോപാഴ്സണറി റൈറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് തന്നെ ആയിരിക്കണം, രണ്ടുപേർക്കും ഒരേ അവകാശമാണെന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. സോ ആ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി നെക്സ്റ്റ്, apply Husserl's theory of embodiment to the experience of gender non-conforming individuals in public spaces. Include an interpretive table contrasting experiences before and after recent legal reforms such as Transgender Persons Act 2019. സോ ഇത് ആദ്യമേ ഹ്യൂസറലിന്റെ തിയറി ബേസ് ചെയ്തിട്ട് പറയാനാണ് ചോദിച്ചേക്കുന്നത്. അദ്ദേഹത്തിന്റെ തിയറി എന്താ, ഹ്യൂസറൽസ് തിയറി ഓഫ് എംബോഡിമെന്റ് എന്താണ് എന്ന് ആദ്യമേ മനസ്സിലാക്കണം, അതിനുശേഷമായിരിക്കണം പറയുന്നത്. സോ ഹ്യൂസറൽസ് തിയറി അപ്പൊ എങ്ങനെയാണ് ഫിനമോളജിയിൽ റൂട്ടഡ് ആണെന്നുള്ള കാര്യമൊക്കെ, ലൈവ്ഡ് ബോഡീസ്, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ പറയാം. പിന്നെ ആണ് ഈ ഒരു ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടേബിൾ പറയുന്നില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇപ്പൊ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് 2019 ഇത് തന്നെ നോക്കുവാണെങ്കിൽ അത് ആദ്യം മീൻസ് ഈ ഒരു ആക്ട് വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. മീൻസ് അവർക്കൊരു പബ്ലിക്കിൽ ഇറങ്ങാൻ പോലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഐ കോണ്ടാക്ടുകൾ അവോയ്ഡ് ചെയ്യുന്നു, പബ്ലിക് ഏരിയാസിൽ ഇറങ്ങുമ്പം റഷ്ഡ് ആയിട്ട് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഈ ആക്ട് വന്നതിന് ശേഷം എന്താ, കുറച്ചൊക്കെ അർബൻ സോൺസിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കൂടുതലായിട്ട് വന്നു. ആൻഡ് ആ ഒരു കളിയാക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതായി. സോ ഇതുപോലൊക്കെയുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട്
രണ്ട് ടേബിൾ ബിഫോർ ആഫ്റ്റർ എന്തൊക്കെ ലീഗൽ റിഫോംസ് ആണ് വന്നേക്കുന്നത്. ഇപ്പം ബോഡി ഇന്റൻഷ്യാലിറ്റി ഓഫ് ദ ബോഡി ആ തിയറി അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓരോന്നിന്റെ ബേസിലും അപ്പൊ ബോഡി ഈ ഫിനമോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്, ബോഡി മൂവ്മെന്റ്സ് ത്രൂ സ്പേസസ് റെസ്ട്രിക്റ്റഡ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. നെക്സ്റ്റ്, അനലൈസ് ഹൗ ക്യൂർ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഹാവ് യൂസ്ഡ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ആൻഡ് ലീഗൽ advocacy to advance rights since 2018. Present a data summary of at least 2 major campaigns including year, focus and outcome in a table. So cure movements എന്താണ് എഴുതുക, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്, ആ കാര്യങ്ങൾ, ലീഗൽ അഡ്വക്കേസി, അതായത് ഇപ്പൊ ക്യൂർ കളക്ടീവ്സ്, ലോയേഴ്സ്, NGOs ഒക്കെ എങ്ങനെ ആ ഒരു ലീഗൽ റൈറ്റിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, മീൻസ് ലീഗൽ മാരേജ്, ഇപ്പൊ ഹോമോസെക്ഷൽ മാരേജിന് വേണ്ടി അവർ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ സിൻസ് 2018 എന്ന് പറയുമ്പോൾ തന്നെ സെയിം സെക്സ് മാരേജിന്റെ ആ ഒരു നിയമം, മീൻസ് സെയിം സെക്സ് മാരേജ് ക്രിമിനലൈസ്ഡ് ആയിരുന്നു 2018 മുന്നേ വരെ. അപ്പൊ ആ ഒരു നിയമം വന്നതിന് ശേഷം 377 വേർഡിക്റ്റിന്റെ ബേസിലാണ് സെയിം സെക്സ് മാരേജ് ഒരു പ്രശ്നമല്ല, ഒരു ക്രിമിനലൈസ് ചെയ്യേണ്ട ഒരു കുറ്റമല്ല, ഡീക്രിമിനലൈസേഷൻ ഓഫ് ഹോമോസെക്ഷുവാലിറ്റി അതിനെപ്പറ്റി പറഞ്ഞത് ആ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ മാരേജ് ഈക്വാലിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ മാരേജ് ഈക്വാലിറ്റിയും ഈ 377 വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് ആക്ട് 2019, അതായത് ഒപ്പോസിഷൻസ് കൊടുക്കും, മീൻസ് നേരത്തെ ട്രാൻസ്ജെൻഡേഴ്സിന് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, അവർക്ക് ഇപ്പൊ ഒരുപാട് ചാൻസസ് വരുന്നുണ്ട്. ഇപ്പൊ ഏതൊരു ഫോമിനകത്താണെങ്കിലും, ഇപ്പൊ ഗവൺമെന്റ് ഫോംസിലൊക്കെ ആണെങ്കിലും ഫീമെയിൽ മെയിൽ എന്ന് മാത്രമല്ല, നേരത്തെ അങ്ങനെ സെക്സിന്റെ ബേസിൽ മാത്രമല്ല, ഇപ്പൊ ജെൻഡർ എന്ന് പറഞ്ഞ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിഫർ നോട്ടിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞ ഇംപ്രൂവ്മെന്റിന്റെ ഈ ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ സോഷ്യോളജിക്കൽ കേസ് സ്റ്റഡി എ വിമൻ സെൽഫ് help group in a semi-urban Indian town mobilizes to resist gender subordination in local governments. Detail their strategies, challenges, outcomes using a structured scenario and a bullet points. So women self-help ഗ്രൂപ്പിന്റെ കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി എഴുതാം. ഒരു മീൻസ് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഒരെണ്ണം കൊണ്ടുവരാം, ഒരു കേസ് സ്റ്റഡിയെ ബേസ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് പറയാം എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്തത്, അതായത് കൂടുതലായിട്ട് ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, വർക്ക്ഷോപ്സ് നടത്തുന്നു, പിന്നെന്താ ഇപ്പൊ വാൾ പെയിന്റിംഗ് ക്യാമ്പയിൻസ്, റാലീസ് ഒക്കെ ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയയുടെ യൂസേജ്, അതൊക്കെ ഓരോ സ്ട്രാറ്റജീസ്. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, പേട്രിയാർക്കൽ പുഷ് ബാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളത്, ഫാമിലിയുടെ റെസ്ട്രിക്ഷൻസ്, പിന്നെ ഡിജിറ്റൽ എക്സ്ക്ലൂഷൻസ്, അതായത് ഇപ്പം ഓൾഡർ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാത്തവർക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഇൻക്ലൂഡഡ് ആവാൻ പറ്റാത്ത പോലുള്ള ഡിജിറ്റൽ എക്സ്ക്ലൂഷൻ, അതൊക്കെ ഓരോ ചലഞ്ചസ് ആയിട്ട് പറയാം. പിന്നെ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് ആ പോളിസി കൊണ്ട് വന്നിരിക്കുന്നത്, മെമ്പേഴ്സിന് കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ കിട്ടിയിട്ടുണ്ടോ, അത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, യൂസിംഗ് ഡേറ്റ ഫ്രം ദ പ്രൊവൈഡഡ് ടേബിൾ ഡിസ്കസ് ദ ചേഞ്ചിങ് ട്രെൻഡ്സ് ഇൻ സെക്ഷുവൽ വയലൻസ് റിപ്പോർട്ടിംഗ് ഇൻ ഇന്ത്യ ഫ്രം 2015 to 2023. അനലൈസ് പോസിബിൾ സോഷ്യൽ, ലീഗൽ, മീഡിയ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദീസ് ചേഞ്ചസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തായാലും ഇയർ വൈസ് ആയിട്ടുള്ള കേസസും പെർസെന്റേജ് ചേഞ്ചും ഒക്കെ കാണും. അപ്പൊ അതിന്റെ ബേസിലായിരിക്കണം 2015 to 2016 അല്ലെങ്കിൽ 2016 to 2017 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടേബിൾ തരും. അതിന്റെ ബേസിലായിരിക്കണം ആ ഒരു അനലൈസ് നമ്മൾ ചെയ്യേണ്ടത്. സെക്ഷൽ വയലൻസിനെ പറ്റി ലീഗൽ റിഫോംസ് എന്താണ്, അല്ലെങ്കിൽ മീഡിയ ഏതൊക്കെ കേസസ് എത്ര മീഡിയ സ്പ്രെഡ് ആയിട്ടുണ്ട്, മീഡിയയിൽ വന്നിട്ടുണ്ട്, അവരെങ്ങനെ എടുത്തിട്ടുണ്ട്, പിന്നെ സോഷ്യൽ മൂവ്മെന്റ്സ്, അതിന്റെയൊക്കെ ബേസിൽ എന്തൊക്കെ പ്രോഗ്രസ് ആണ് നടന്നതെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ഫെമിനിസ്റ്റ് ആൻഡ് ഫംഗ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ്സ് ഓൺ ദ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ഇന്ത്യൻ ഫാമിലി. യൂസ് ആൻ ഒറിജിനൽ എക്സാമ്പിൾ ഓഫ് സിനാരിയോ ടു ഹൈലൈറ്റ് പോയിന്റ്സ് ഓഫ് എഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റ്. നമ്മുടെ ഫാമിലിയിലൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് ഫെമിനിസ്റ്റ് ഫംഗ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവിൽ പറയാവുന്നതാണ്. ഒറിജിനൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട്ടില് അമ്മ അടുക്കളപ്പണിയെല്ലാം ചെയ്യുന്നു, അച്ഛൻ വെറുതെ വീട്ടിലിരുന്ന് ഇപ്പൊ പത്രം വായിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള മീൻസ് അച്ഛൻ പുറത്തു പോയി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ മെയിൽ എന്ന് പറയുന്ന ആളും പുറത്തു പോകുന്നുണ്ടായിരിക്കും, ഫീമെയിൽ എന്ന് പറയുന്ന ആളും ഇപ്പൊ പുറത്തു പോകുന്നു, രണ്ടുപേരും ഹസ്ബൻഡും വൈഫും പുറത്തു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ വൈഫായിരിക്കണം കിച്ചണിൽ കയറി എല്ലാ ജോലികളും ചെയ്ത് കുട്ടികളുടെ കാര്യം നോക്കി, അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും മിക്കയിടത്തും കാണുമായിരിക്കും അങ്ങനെയുള്ള ഹോംസ് ഒക്കെ എന്തായാലും കാണും. അപ്പൊ ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ഒരു ഫെമിനിസ്റ്റ് ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്ടീവ് വെച്ചിട്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, പ്രസന്റ് റീസെന്റ് എസ്സേ ഓൺ ദി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് വിമൻസ് ലേബർ ഫോഴ്സ് participation in India. Provide a table comparing female workforce participation rates 2000 versus 2020.
ഫോർ 3 എക്കണോമിക് സെക്ടേഴ്സ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ? ഗ്ലോബലൈസേഷന്റെ ഒരു ഇമ്പാക്ട് ആണ്. അപ്പം 3 എക്കണോമിക് സെക്ടേഴ്സ്, ഏതൊക്കെ എക്കണോമിക് സെക്ടേഴ്സ്? അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, സർവീസ് സെക്ടർ. അപ്പൊ അതിന്റെ ബേസിലായിരിക്കണം അത് കൊടുക്കുന്നത്. ആൻഡ് എന്തൊക്കെ ചേഞ്ചസ് ആണ്, പോസിറ്റീവ് ഔട്ട്കംസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇപ്പം അവിടെ സർവീസ് സെക്ടറിൽ കീ ഇമ്പാക്ട്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം പോസിറ്റീവ് സെക്ടറിലാണെങ്കിൽ സർവീസ് സെക്ടർ കൂടി, സ്കിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. പിന്നെ ഓരോ സ്ത്രീകൾക്കാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺട്രപ്രണേഴ്സ് ആവാനും ബിസിനസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി. പിന്നെ ചലഞ്ചസ് എന്ന് പറയുമ്പം ഈ റിച്ച് ബിക്കം റിച്ച്, പുവർ ബിക്കം പുവർ, അങ്ങനെയുള്ള ജോബ്ലെസ് ഗ്രോത്തുകളൊക്കെ കാണുന്നു. അതൊക്കെ ചലഞ്ചസ് ആയിട്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, ഡിബേറ്റ് ദ റോൾ ഓഫ് ഷെയിം, സ്റ്റിഗ്മ ആൻഡ് എക്സ്ക്ലൂഷൻ ഇൻ ദ എംബോഡിമെന്റ് ഓഫ് gender identities. Draw upon the work of Dan Sahavi and Zara Ahmad and include a summary table contrasting at least 2 key theoretical പോയിന്റ്സ്. അപ്പം ഇതിനകത്താണെങ്കിൽ ഇവർ ആദ്യമേ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? ഈ എംബോഡിമെന്റ് തിയറിയെ പറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ ഡാൻ സഹാവിയുടെയും സാറ അഹമ്മദിന്റെ വർക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതിന്റെ ബേസിലാണ് കൊടുക്കേണ്ടത്. സോ ഇപ്പൊ ഡാൻ സഹാവിയുടെ ആണെങ്കിൽ ഫെനമോളജിക്കൽ സെൽഫ്ഹുഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ഷെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് അവയർനെസ് ആണ്. ഷെയിം ആസ് എ സെൽഫ് അവയർനെസ്, മറ്റുള്ളവരുടെ ഗെയ്സിലൂടെ കിട്ടുന്ന ഒരു സംഭവം. അതിന്റെ ഇംപ്ലിക്കേഷൻ ജെൻഡറിൽ വരുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഷെയിം എന്ന് പറയുന്നത് ഒരു സ്പ്ലിറ്റ് ക്രിയേറ്റ് ആണ് ലീവ്ഡ് ബോഡിയും പെർസീവ്ഡ് ബോഡിയും തമ്മിലുള്ള. ഇനി സാറ അഹമ്മദിന്റെ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഷെയിം എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ആണ്, സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്, സൊസൈറ്റിയുടെ ഇതിൽ ബേസ് ചെയ്തിട്ട്, സോഷ്യൽ നോംസിനെയും എക്സ്ക്ലൂഷനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ ഷെയിം എന്ന് പറയുമ്പോൾ ആ ഒരു കൺഫോമിറ്റി, പക്ഷെ എന്നാൽ റെസിസ്റ്റൻസിനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ ആ രണ്ട് ഫോക്കസും കൂടി വെച്ചിട്ടായിരിക്കണം എഴുതേണ്ടത്. നെക്സ്റ്റ്, consider a hypothetical local women's movement aimed at securing land rights for agriculture workers. Analyze its strategies, organizational structures, and challenges faced in the context of intersectionality. Present your answers with a process diagram or a flow chart. ഒന്നുകിൽ നമുക്കൊരു ഡയഗ്രാം വെച്ചിട്ടോ ഫ്ലോ ചാർട്ട് വെച്ചിട്ടോ ഈ ഒരു ഇന്റർസെക്ഷനാലിറ്റിയുടെ ഇത് പറയാം. അപ്പൊ ലോക്കൽ വിമൻസ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. എന്തിനാ? സെക്യൂറിംഗ് ലാൻഡ് റൈറ്റ്സ് ഫോർ അഗ്രികൾച്ചർ വർക്കേഴ്സ്. അപ്പൊ നമുക്കൊരു മൂവ്മെന്റിന് ഹൈപ്പോത്തറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കി, ഇപ്പം എന്തെങ്കിലും എന്താ അഗ്രികൾച്ചറിലെ ഭൂമി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു ടൈറ്റിൽ ഉണ്ടാക്കാം. എന്നിട്ട് അത് എവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്, ലിറ്റററി ക്യാമ്പയിൻസ്, അല്ലെങ്കിൽ ഓരോ ലാൻഡ് കളക്ട് ചെയ്യുന്നത്, NGOസും ലോയേഴ്സും ആയിട്ടുള്ള അലയൻസ്, ഇതുപോലുള്ള കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നു. പിന്നെ ഇനി ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴും ഈ വില്ലേജ് കമ്മിറ്റീസ് വിളിച്ചു കൂട്ടുക, അല്ലെങ്കിൽ യൂത്ത് മീഡിയയെ അറിയിപ്പിക്കുക, അങ്ങനെയുള്ള യൂത്ത് മീഡിയ വിങ്, ഇതുപോലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് പറയാം. ഇനി ചലഞ്ചസ് എന്ന് പറയുമ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവര് നേരിട്ടിട്ടുള്ളത് എന്നുള്ള ആ ഒരു അതിന്റെ ഇമ്പാക്റ്റുകൾ എന്താണ്, ഇപ്പൊ പാട്രിയാർക്കിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ചലഞ്ചസ് പറയാം. ആൻഡ് ഇതിലിപ്പോ ചോദിച്ചേക്കുന്ന ഒന്നുകിൽ ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, അത് കഴിഞ്ഞിട്ട് എന്താ കമ്മ്യൂണിറ്റി മാപ്പിംഗ് നടന്നു, ലാൻഡ്ലെസ് വിമൻസിനെ എല്ലാം കൂടെ ഉള്ളൊരു മാപ്പിംഗ് നടന്നു. പിന്നെ ഫോർമേഷൻ, വില്ലേജ് ലെവൽ വിമൻസ് കമ്മിറ്റി ഫോം ചെയ്യുന്നു, കളക്റ്റീവ് ചെയ്യുന്നു, പിന്നെ ഓരോ പ്രൊട്ടസ്റ്റുകൾ ചെയ്യുന്നു, പിന്നെ മീഡിയ എൻഗേജ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസുമായിട്ട് ഓരോ ബാർഗെയിനിങ്, ഡിസ്കഷൻസ്, നെഗോഷിയേഷൻസ് ഒക്കെ നടക്കുന്നു, അവസാനം പോളിസി ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഫ്ലോ ചാർട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടിന്റെ ബേസിൽ ഇത് കൊടുക്കാവുന്നതാണ്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടും ഇനി വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ ആയിരുന്നു. നന്നായി പ്രാക്ടീസ് ചെയ്യുക, എഴുതി നോക്കുക. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട് അപ്പോഴേ എഴുതാൻ പറ്റത്തില്ല, ചിന്തിച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ബി പ്രിപ്പയർഡ് ഫോർ യുവർ എക്സാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.